നമസ്കാരം. വിളക്കുമരം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്തിടെ വായിച്ച ഒരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 3 സുഹൃത്തുക്കൾ തങ്ങളുടെ സ്കൂൾ ജീവിത കാലഘട്ടവും കോളേജ് ജീവിത കാലഘട്ടവും എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൽ സെറ്റിലായതിനു ശേഷം ഒരു വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതിനുശേഷം സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളും നിമിഷങ്ങളും ചെലവഴിച്ചതിന് ശേഷം അവരെല്ലാവരും കൂടെ മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി എല്ലാവരും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുകയുണ്ടായി. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അതിലൊരു സുഹൃത്ത് പറയുകയുണ്ടായി, ഇതിൻ്റെ ബില്ല് ഞാൻ അടച്ചുകൊള്ളാം, എൻ്റെ ഒരു സന്തോഷത്തിനായി ഇന്നത് ഞാൻ ചെയ്യുന്നു. അവർ വീണ്ടും ഒരു തീരുമാനമെടുത്തു. അടുത്ത 3 വർഷത്തിന് ശേഷം ഇതേ റെസ്റ്റോറൻറ്റിൽ ഇതേ ഡേറ്റിൽ നമ്മൾ ഒത്തുകൂടുന്നതാണ്. അന്നൊരു കണ്ടീഷനുണ്ട്, ഏറ്റവും അവസാനം വരുന്ന ആളായിരിക്കും ബില്ലടയ്ക്കുന്നത്. എല്ലാവരും സമ്മതിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷം ഏറെ കാത്തിരുന്ന സുദിനം വന്നെത്തുകയുണ്ടായി. ആദ്യം ഏറ്റവും നല്ല പൊസിഷനിലുള്ള ആൾ ഓടി റെസ്റ്റോറൻറ്റിൽ വന്നു. റെസ്റ്റോറൻറ്റ് മാനേജറൊക്കെ അതുപോലെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. രണ്ടാമതായി മറ്റൊരു സുഹൃത്തും കൂടെ വന്നു. ഇവർ രണ്ടുപേരും തമാശയായി പറഞ്ഞു, ഞാൻ ആദ്യം വന്നു, താങ്കൾ രണ്ടാമതും വന്നു, ഇനി എന്തായാലും ഇന്നത്തെ ബില്ലടയ്ക്കുന്നത് മൂന്നാമത് വരാനിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് തന്നെ. ഇവർ ഒരു 10 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് മൂന്നാമത്തെ ആൾ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒരു ഫോൺ കോൾ അവിടെ ലഭിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ആവശ്യപ്പെട്ട് കഴിച്ചു തുടങ്ങിക്കൊള്ളുക, എനിക്ക് ഒരു അരമണിക്കൂർ താമസമുണ്ട്, ഇന്നത്തെ ബില്ല് ഞാൻ എന്തായാലും അടച്ചുകൊള്ളാം. ഇവർ സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്ത് കഴിക്കുകയുണ്ടായി. എന്നാൽ അരമണിക്കൂറിന് ശേഷം ഇവർ പ്രതീക്ഷിച്ച വ്യക്തിയല്ല, പകരം വളരെ മോടിയായി വസ്ത്രധാരണം ചെയ്ത ഒരു യുവാവ് അങ്ങോട്ട് കടന്നു വരികയുണ്ടായി. അദ്ദേഹം ഈ 2 സുഹൃത്തുക്കളോട് പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയല്ല ഞാൻ, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തി ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് മരണമടയുകയുണ്ടായി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഞങ്ങൾ സുഹൃത്തുക്കൾ വെച്ചിട്ടുണ്ട്, ഒരിക്കലും ഞാൻ മരിച്ചുപോയി എന്ന് അവരറിയാൻ ഇടയാകരുത്, കാരണം അവർക്ക് വിഷമമാകും. അവർ വന്ന് കഴിക്കട്ടെ, അതിനെല്ലാം ശേഷം നീ അതിൻ്റെ ബില്ല് അടയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് ഇതൊരു വിഘാതമാകാതിരിക്കാനാണ് ഞാൻ ഈ ഫോൺ ചെയ്ത് നിങ്ങളോടിത് പറഞ്ഞത്. അദ്ദേഹം ആ ബില്ലും അടച്ച് സന്തോഷത്തോടെ തൻ്റെ പിതാവിൻ്റെ സുഹൃത്തുക്കളെ ആലിംഗനം ചെയ്തതിന് ശേഷം നിറകണ്ണുകളോടെ അവിടുന്ന് മടങ്ങി. ഈ അനുഭവകഥയുടെ താഴെ ഒരു കുറിപ്പുണ്ടായിരുന്നു, ഒത്തുചേരാനായി കിട്ടുന്ന അവസരങ്ങളെല്ലാം വിനിയോഗിക്കുക. 5 വർഷമോ 10 വർഷമോ കഴിഞ്ഞാകട്ടെ എന്ന് വിചാരിക്കുമ്പോൾ അത്രയും സമയം ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. കൂടുതൽ വർഷങ്ങളുടെ ഗ്യാപ്പൊന്നും ഇടണ്ട. ഒത്തുചേരലിനായി ഒന്നിച്ച് സന്തോഷത്തോടെ ചെലവഴിക്കുന്നതിനായി കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തുക. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഞങ്ങൾ 44 വർഷങ്ങൾക്ക് ശേഷം 10ാം ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു ഒത്തുകൂടൽ ഈ കഴിഞ്ഞ മാസം നടത്തുകയുണ്ടായി. ഭയങ്കര ശബ്ദം വെച്ച് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആറ്റുകടവിലേക്ക് ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ നടന്നത് ചെറിയ കുട്ടികളുടെ അതേ ഊർജ്ജസ്വലതയോടെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പഠിച്ച സ്ഥലത്ത് 2 ആഴ്ച മുമ്പ് നടന്ന ഒരു സമ്മേളനത്തിൽ കുവൈറ്റിൽ നിന്ന് വെറും 2 ദിവസത്തേനാണ് ഒരു സുഹൃത്ത് വന്ന് അതുപോലെ റിട്ടേൺ ചെയ്ത് ജോലിയിൽ പ്രവേശിച്ചത്. ഓരോ ഒത്തുചേരലുകളും ഓരോ അവസരങ്ങളും വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം അടുത്ത കൂട്ടുചേരലും ഒത്തൊരുമയും ഒക്കെ എന്ന് നടക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഒത്തൊരുമയുടെ ഹാപ്പി ഹോർമോൺസ് ധാരാളം ഉണ്ടാകുന്ന നിലനിൽക്കുന്ന അവസരങ്ങളായി ഓരോ സൗഹൃദ കൂട്ടായ്മകളും മാറട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി.